നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. മകരം 18 മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. പ്രതീക്ഷയോടെ രാജ്യം ഉറ്റുനോക്കുകയാണ് ബജറ്റ്. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. കേരളവും ഏറെ പ്രതീക്ഷയിലാണ്. ഇതുൾപ്പെടെ നിരവധി വാർത്തകളും അപ്ഡേറ്റുകളും ഉണ്ട്. സ്വാഗതം ന്യൂസ് ബ്രേക്സിലേക്ക്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യമേറെ പ്രതീക്ഷയിലാണ്. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ഒരു ബജറ്റ്. ഓഹരി വിപണികളൊക്കെ ഇന്ന് പതിവ് പോലെ പ്രതീക്ഷിക്കും. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ ഒരുപാട് ഊന്നൽ നൽകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബജറ്റിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്ന ചില സെക്ടേഴ്സും ഉണ്ടല്ലോ ഇത്തവണ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് പൊതുബജറ്റാണ്. രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത് ബജറ്റാണ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഇന്നത്തെ ഈ ബജറ്റ് അവതരണത്തിനും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ധനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്. ഇതൊരു റെക്കോർഡാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഞായറാഴ്ച ഒരു പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നത്. നേരത്തെ 99-ൽ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ഓഹരി വിപണികൾ എല്ലാം തന്നെ ഞായറാഴ്ചയായിട്ടും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യം ഒട്ടേറെ കാര്യങ്ങൾ കാത്തിരിക്കുകയാണ്. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ദീർഘകാല വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാകും. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തന്നെയാണ്. രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. ഇക്കാര്യത്തിനായുള്ള എന്തെല്ലാം പദ്ധതികൾ, പുതിയ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാകും. ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. US-ന്റെ തീരുവ യുദ്ധത്തെ മറികടക്കാൻ ഈ ബജറ്റിൽ ധനമന്ത്രി എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതിലൊന്ന് രാജ്യത്തിൻ്റെ GDP വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അത് ഈ വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കും അത് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനായുള്ള എന്തെല്ലാം കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടാതെ സാങ്കേതിക മേഖലയിലെ വികസനത്തിനായുള്ള പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കാർഷിക മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാർഷിക മേഖല കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഊന്നി തന്നെയാണ് ഇന്ത്യയുടെ ഗ്രാമീണ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്കായുള്ള പ്രത്യേക പദ്ധതികൾ, കാർഷിക മേഖലയിലെ സാങ്കേതികവൽക്കരണം എന്നിവയ്ക്കായുള്ള ചില പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയതായുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ കാര്യമായ മാറ്റം ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷമാക്കി ഉയർത്തണം എന്നുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇത് ബജറ്റിൽ പരിഗണിക്കപ്പെടുമോ എന്നുള്ളതും കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് വികസിത് ഭാരത് 2047 സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ബാങ്കിംഗ് മേഖല ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. ഈ പൊതുമേഖലാ ബാങ്കുകളെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളെ പരിവർത്തനം ചെയ്യാൻ പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ മേഖലയ്ക്കായി കൂടുതൽ ഫണ്ട് നീക്കിവെക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് പ്രതിരോധ മേഖലയിൽ സാങ്കേതികവൽക്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് കണക്കാക്കിയുള്ള പ്രത്യേക പദ്ധതികളും ഉണ്ടാകും. ഇതോടൊപ്പം രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ എന്തെല്ലാം ഈ പദ്ധതികൾ
പദ്ധതികൾ ഈ സംസ്ഥാനങ്ങൾക്കായി കരുതി വയ്ക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ബീഹാറിന് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബീഹാറിനായി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ BJP ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ 5 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റിന്റെ പരിഗണനയ്ക്കായി 29 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു കത്ത് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, കൂടാതെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി, റെയർ എർത്ത് കോറിഡോർ, മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കാനായി കൃഷിനാശം തടയാനുമായി പദ്ധതികൾക്കായി 1000 കോടി സഹായം, കൂടാതെ കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമായ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ എന്ത് നിലപാട് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കേരളവും കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റീന. ബൽറാം, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടല്ലോ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളത്തിൽ, ബംഗാളിൽ, തമിഴ്നാട്ടിൽ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, മുൻപ് ബീഹാറിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചെങ്കിലും ഇത്തവണ കേരളത്തിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ബജറ്റിൽ ഉണ്ടാകുമോ? ക്രിസ്റ്റീന, തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷ രാജ്യത്തിന് തന്നെയുണ്ട്. കാരണം ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ബീഹാറിന് ഊന്നൽ നൽകുന്നതായിരുന്നു. ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതികൾ അടക്കമുള്ളവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. വലിയ തുക തന്നെ ഉൾപ്പെടുന്ന പദ്ധതികൾ ബീഹാറിനായി മാറ്റിവെച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷ ഇത്തവണയും ഉണ്ട്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും BJP സജീവമായി തന്നെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഭരണം പിടിക്കാനുമുള്ള നീക്കം നടക്കുന്നുണ്ട്. അസം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നിലവിൽ. ആ തുടർഭരണം ലക്ഷ്യം വെച്ചുള്ള നീക്കമുണ്ട്. പോണ്ടിച്ചേരിയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ ബജറ്റുകളിൽ പ്രതിപക്ഷം ഭരിച്ചിരുന്ന ഈ 3 സംസ്ഥാനങ്ങളെ അവഗണിച്ചിരുന്നു. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. എന്നാൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം മുമ്പാണ് ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പദ്ധതികൾ, ഈ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ജനക്ഷേമ പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം ഊന്നിക്കൊണ്ട് ഉള്ള പദ്ധതികൾക്ക് പുറമെ പ്രത്യേക പദ്ധതികൾ ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് എയിംസ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും 1 രൂപ പോലും എയിംസിനായി അനുവദിച്ചിട്ടില്ല. സ്ഥലം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പോലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ ഈ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ 2014 മുതൽ തന്നെ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ് എയിംസ് എന്നുള്ളത്. അത് ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റിൽ അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യത, അത്തരത്തിലൊരു പ്രതീക്ഷ കേരളത്തിന് ഉണ്ട്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാണ് എന്നുള്ള സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ എയിംസ് കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രതീക്ഷയാണ്. ഒപ്പം തന്നെയാണ് അതിവേഗ റെയിൽവേ പാത. അത് നേരത്തെ സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു കേരളമെങ്കിലും അതിന് BJPക്ക് അനുകൂലമായ നിലപാടല്ല. എങ്കിൽ പോലും കേന്ദ്രം ഈ വിഷയത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ റെയിൽവേ, ചരക്ക് നീക്കം എന്നീ മേഖലകളിലുള്ള വികസനം കേന്ദ്രം രാജ്യവ്യാപകമായി തന്നെ ലക്ഷ്യം വെക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ കേരളത്തിനായി ഇത്തരത്തിലൊരു അതിവേഗ റെയിൽപാത അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതീക്ഷകൾ കേരളത്തിന് സമാനമായി തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും മുന്നിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലായി 17,000 കോടി രൂപയോളം കേന്ദ്ര ഫണ്ട് ഇനിയും ലഭിക്കേണ്ടതുണ്ട്, കിട്ടാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഒരു ഗ്രാൻഡായി അനുവദിക്കണമെന്ന ആവശ്യവും കേരളം കേന്ദ്രത്തിന് മുന്നിൽ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കും എന്നുള്ളത് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ക്രിസ്റ്റീന.
ബൽറാം, എന്തായാലും കേന്ദ്ര ബജറ്റിൽ രാജ്യം വലിയ പ്രതീക്ഷകളാണ് അർപ്പിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യലായി എന്തെങ്കിലും ബജറ്റിലുണ്ടോ? എയിംസ് ഇത്തവണ മിസ്സാകുമോ? ഇതൊക്കെ നമ്മളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്കാണ് വരുന്നത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ രാജ്യം വലിയ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്. ശമ്പളക്കാരും കർഷകരും മധ്യവർഗ്ഗക്കാരും ബജറ്റിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാമാണ് ബജറ്റിലെ പ്രതീക്ഷകളെന്ന് നോക്കാം. മാസശമ്പളക്കാരായ നികുതിദായകർ ആദായ നികുതിയിൽ വലിയ ഇളവുകളാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിലവിലെ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഈ വർഷം മുതൽ ആശ്വാസമുണ്ടെങ്കിലും ഇത് 15 ലക്ഷം രൂപ വരെയാക്കി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനിടെ പുതിയ നികുതി രീതിയിലേക്ക് മാറിയവർക്കും ഭവന വായ്പാ പലിശയിൽ ഇളവുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കിസാൻ സമ്മാൻ നിധി 6,000 രൂപയിൽ നിന്ന് 9,000 രൂപയോ 12,000 രൂപയോ ആയി വർദ്ധിപ്പിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. EPF പെൻഷൻ 1,000 രൂപയിൽ നിന്ന് കുറഞ്ഞത് 5,000 രൂപ മുതൽ 7,500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം, കാർഷിക മേഖലയിൽ കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനും വിള ഇൻഷുറൻസ് വിപുലീകരിക്കാനുമുള്ള സാധ്യത, കൂടുതൽ വന്ദേ ഭാരത് സർവീസുകളും പാത ഇരട്ടിപ്പിക്കലും, കേരളത്തിന്റെ കാര്യത്തിൽ ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽപാതയുടെ DPR തയ്യാറാക്കാൻ തുക, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST കുറയ്ക്കുന്നത്, ചെറുകിട വ്യവസായ രംഗത്ത് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകളും നികുതി ആനുകൂല്യങ്ങളും, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്നിവയൊക്കെയാണ് മറ്റ് ബജറ്റ് പ്രതീക്ഷകൾ. റിസർച്ച് ഡെസ്ക് 24. രാവിലെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ തോട്ടത്തിലെ അടിക്കാടുകൾക്ക് തീപിടിച്ചു എന്ന വാർത്തയാണ്. ജനവാസ മേഖലകളിലേക്കും അയ്യപ്പ ആശുപത്രിക്ക് സമീപത്തേക്കും തീ പടർന്നിട്ടുണ്ട്. രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി അണഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. റാന്നി ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. 6 ഏക്കറോളം സ്ഥലത്താണ് തീപിടിച്ചതായ സൂചന. ഇനി നമ്മൾ പോകുന്നത് ബജറ്റിൽ കേരളത്തിന് എന്തുണ്ടാകും എന്ന ചോദ്യത്തിലേക്കാണ്. വിഴിഞ്ഞം മുതൽ എയിംസ് വരെ വലിയ പ്രതീക്ഷകളാണ് കേരളത്തിന് കേന്ദ്ര ബജറ്റിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളത്തിനും ഒരു വെരി ഗുഡ് മോർണിംഗ് ആണോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒരു 29 ആവശ്യങ്ങൾ കേരളം കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ കേരളത്തിനുള്ള വിഹിതമൊക്കെ കൂട്ടും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് BJPക്ക് എന്തായാലും ഒരു മിനിമം 5 സീറ്റെങ്കിലും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഇത്തവണ കേരളത്തിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്തരം ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പദ്ധതികൾ നൽകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണ കേരളത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ഉണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്. കാരണം BJP ആദ്യമായി അധികാരത്തിലെത്തി തിരുവനന്തപുരം നഗരസഭയിൽ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖത്തിനുൾപ്പെടെ വലിയ സംഭാവനകൾ അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്തെ മെട്രോ പദ്ധതിക്കുൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, തുക വിലയിരുത്തപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം BJP നേതാക്കൾ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന എയിംസ് പദ്ധതി ഏറെക്കുറെ കാലമായി പ്രഖ്യാപനമുണ്ടാകും, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളം. ഇത്തവണത്തെ ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരളത്തിനുള്ളത്. എയിംസ് പദ്ധതി, ഒപ്പം ശബരി റെയിൽപാത, ഇങ്ങനെ പലതരം പദ്ധതികൾ, ഒപ്പം സാംസ്കാരിക മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പരമ്പരാഗത കരകൗശല മേഖലയ്ക്കൊക്കെ തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 29 ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കത്ത് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 21,000 കോടിയുടെ പ്രത്യേക ഒരു സാമ്പത്തിക പാക്കേജ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം വിവിധ മേഖലകളിലായിട്ട്. അങ്ങനെ വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കേരളം. പക്ഷേ സാധാരണഗതിയിൽ കേന്ദ്ര ബജറ്റിൽ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത്. ആ ഒരു നിരാശ ഇത്തവണ തുടരുമോ എന്നുള്ള സംശയവും ബാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ പക്ഷേ അത്തരമൊരു നിരാശപ്പെടേണ്ടെന്ന സാഹചര്യം ഉണ്ടാകില്ല. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കേരളം വിലയിരുത്തപ്പെട്ടു പോകുന്നത്.
എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ ഒരു പ്രഖ്യാപനത്തിന് ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ പാക്കേജ്, മനുഷ്യമൃഗ സംഘർഷം, അതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അതുണ്ടാകുമോ എന്നുള്ളതാണ്. ഒപ്പം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പഴി കേന്ദ്രത്തിന് കേൾക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ വയനാടിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. ക്രിസ്റ്റീന, എന്തായാലും വേറെ പ്രതീക്ഷയിലാണ് ഇത്തവണ കേരളത്തിന് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാക്കേജ് സ്പെഷ്യൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ധനമന്ത്രി ഏത് രീതിയിൽ പരിഗണിക്കുമെന്നറിയാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് ബെന്നാർഘട്ടയിലെ ഡോക്ടർ റോയ് സി ജെയുടെ റിസോർട്ടിലാണ് സംസ്കാരം നടക്കുക. മരണത്തിൽ അന്വേഷണം തുടരുകയാണ്. ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് ചേരുന്നത്. മനേഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് സംസ്കാരം? ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്? ഒപ്പം തന്നെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? കൃഷ്ണ, ബംഗളൂരുവിലെ ശിവാജി നഗറിലുള്ള ബോറിംഗ് ആൻഡ് ലേഡി കസിൻ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ഇതിനുശേഷം ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ഇവിടെ നിന്നും 8 മണിയോടുകൂടി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എന്തായാലും അവിടെ നിന്ന്, അതായത് ബെന്നാർഘട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സി ജെ റോയുടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിലാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. അവിടെ ഉച്ചവരെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ രീതിയിലാണ് ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഉച്ചവരെ പൊതുദർശനം. അതിനുശേഷം അവിടെ അടുത്തുള്ള ഒരു പള്ളി, ആ പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. സംസ്കാര ശുശ്രൂഷകൾക്ക് ഒരു ചടങ്ങുകൾക്ക് ശേഷം, ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം തിരികെ മൃതദേഹം ഈ പറഞ്ഞ റിസോർട്ടിലേക്ക് തന്നെ എത്തിക്കും. കാരണം അവിടെ അന്തി ഉറങ്ങണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഫ്യൂണറലിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ 2 വാഹനങ്ങൾ, മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള 2 വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുക. നിരവധി ആളുകൾ, അതായത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പല ആളുകളും, നമ്മൾ സംസാരിച്ച പല ആളുകളും, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ ബംഗളൂരുവിലുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബംഗളൂരുവിലുണ്ട്. അപ്പോൾ അവരൊക്കെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു ശ്രമം, കാരണം ഇന്നലെ ഇവിടെ എത്തി കാണാമെന്നുള്ളതായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തി കർശന സുരക്ഷയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമുള്ള ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പൊതുദർശനം എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃഷിനെ സൂചിപ്പിച്ച അന്വേഷണം എന്ന് പറയുന്നത്, ഇന്നലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം, DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഈ സംഭവം നടന്ന, അല്ലെങ്കിൽ റോയ് സി ജെ ജീവനൊടുക്കിയ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി, അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിലെത്തി അവിടെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് പ്രാഥമിക നടപടിയായി എന്തായാലും ഉണ്ടായിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ 8 മണിയോട് കൂടി മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും. 10 മണിയോട് കൂടിയാണ് ബെന്നാർഘട്ടയിലെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പൊതുദർശനം ആരംഭിക്കുക. ക്രിസ്റ്റീന. ശരി, മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേർന്നത്. സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിന് നേരെ ആക്രമണം. അജ്ഞാതൻ ഫ്ളാറ്റിന് നേരെ 4 റൗണ്ട് വെടിയുതിർത്തു. ഫോറൻസിക് സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബോളിവുഡ് സെലിബ്രിറ്റിയുടെ വീടിന് നേരെ വെടിവെപ്പ് മുംബൈയിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഈ പുതിയ സംഭവത്തിനെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്നലെ ഇപ്പോൾ അർദ്ധരാത്രിയോടെയാണ് വെടിവെപ്പ് ഉണ്ടാവുന്നത്. രോഹിത് ഷെട്ടിയുടേത് ജുഹുവിലുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. അവിടേക്കാണ് അജ്ഞാതർ 4 റൗണ്ട് വെടിവെച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ആർക്കും പരിക്കേറ്റതായൊന്നും റിപ്പോർട്ടുകളില്ല. ആ വെടിയുണ്ട ആർക്കും അപായം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ആരാണ് വെടിവെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും
ഇപ്പോഴും ഒരു വ്യക്തതയില്ല. വെടിവെച്ചതിന് ശേഷം അജ്ഞാതർ മടങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ എങ്ങനെയാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചേക്കും. ഇപ്പോൾ രോഹിത് ഷെട്ടിയുടെ വസതിയിൽ ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. മാത്രമല്ല, ഈ വസതിക്ക് ചുറ്റും ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസിന്റെ വലിയ വിന്യാസമുണ്ട്. നമുക്കറിയാം, ജുഹു എന്നത് അമിതാഭ് ബച്ചൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പല സെലിബ്രിറ്റികളും താമസിക്കുന്ന ഒരു ഇടമാണ്. ബോളിവുഡിലെ മാത്രമല്ല, ചില കായിക താരങ്ങൾ അടക്കമുള്ളവരൊക്കെ തന്നെ താമസിക്കുന്ന ഇടമാണ്. അങ്ങനെ ഒരു ഇടത്തേക്കാണ് ഇത്തരത്തിൽ അജ്ഞാതർ വെടിവെച്ചത്. മാത്രമല്ല, ജുഹുവും ബാന്ദ്രയും ഒക്കെ അടങ്ങുന്ന ഈ മേഖലയിൽ നേരത്തെയും സമാനമായ പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കറിയാം, സൽമാൻ ഖാന്റെ വീടിന് നേരെ ഉണ്ടായ വെടിവെപ്പൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അതിനുശേഷം അവിടെയൊക്കെ സൽമാൻ ഖാന്റെ ഗാലക്സി എന്ന ബാന്ദ്രയിലെ ബാൻഡ് സ്റ്റാൻഡിലുള്ള വസതിക്ക് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, രാത്രികാല പെട്രോളിംഗ് വലിയ തോതിൽ ഏർപ്പെടുത്തിയിരുന്നു. പിന്നെ സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന്റെ വീടിനകത്ത് കയറി ഒരു ആക്രമി അദ്ദേഹത്തെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവമുണ്ടായി. അതിനുശേഷമൊക്കെ രാത്രികാല പെട്രോളിംഗ് വ്യാപകമാക്കിയിരുന്നു പോലീസ്. എന്നാൽ പോലും ഇപ്പോൾ ജുഹുവിൽ രോഹിത് ഷെട്ടിയെ പോലെ ബോളിവുഡിലെ ഏറ്റവും തിളക്കമുള്ള സംവിധായകരിൽ ഒരാളായ ഹിറ്റ് സംവിധായകനായ രോഹിത് ഷെട്ടിയുടെ വീടിന് നേരെയാണ് അജ്ഞാതർ ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. മലപ്പുറം ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. 26 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ മട്ടിലൊരു തീപിടുത്തത്തിന് കാരണം? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? തീ നിയന്ത്രണ വിധേയമായോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 12 മണിവരെയൊക്കെ വർക്ക്ഷോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നു. ചെറുമുക്കുള്ള ഫ്ലൈവീൽസ് എന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. വർക്ക്ഷോപ്പിനകത്തുണ്ടായിരുന്ന 26ഓളം ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് താനൂര്, തിരൂര് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തി 2 മണിക്കൂറൊക്കെ പണിപ്പെട്ടിട്ടാണ് തീ അണച്ചിട്ടുള്ളത്. ആദ്യം ഈ വർക്ക്ഷോപ്പിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കിനാണ് തീ പിടിച്ചത് എന്നും അത് ആ ബൈക്ക് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ ബാക്കി വർക്ക്ഷോപ്പിനകത്തുള്ള ബാക്കി ബൈക്കുകളിലേക്ക് തീ പടർന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ ഈ വർക്ക്ഷോപ്പ് ഉടമകളെ വിവരം അറിയിച്ച് വർക്ക്ഷോപ്പ് ഉടമകൾ തിരൂർ താനൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. ഈ വർക്ക്ഷോപ്പിനടുത്തുള്ള ഒരു മൃഗാശുപത്രിയിലേക്കും തീ പടർന്നിരുന്നു. അതിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തുള്ള മരുന്നുകളും മറ്റും ശേഖരിക്കുന്ന ഭാഗത്താണ് തീ പടർന്നത്. കുറച്ച് മരുന്നുകളും രേഖകളും ഒക്കെ കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന് എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്. പത്തനംതിട്ടയിലും തീപിടുത്തമുണ്ടായി. പത്തനംതിട്ട വടച്ചേരിക്കര കുമ്പളത്താമൺ തോട്ടത്തിലെ അടിക്കാടുകൾക്ക് തീപിടിച്ചു. ജനവാസ മേഖലകളിലേക്കും അയ്യപ്പ ആശുപത്രിക്ക് സമീപത്തേക്കും തീ പടർന്നു. 6 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നതായി സൂചന. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. 6 ഏക്കറോളം സ്ഥലത്ത് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ വളരെ വ്യാപകമായി വന്നതാണത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലെ തോട്ടങ്ങൾക്ക്, സ്വകാര്യ വ്യക്തിയുടെ തോട്ടങ്ങൾക്കും അയ്യപ്പ ആശുപത്രിയുടെ സ്ഥലങ്ങളിലാണ് ഏകദേശം 6 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രിയോടുകൂടി തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോഴും പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. റാന്നി ഫയർഫോഴ്സിൽ നിന്നുള്ള ഒരു യൂണിറ്റ് ഇപ്പോഴും സ്ഥലത്തെത്തി തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. 6 ഏക്കറിലധികം സ്ഥലത്തുള്ള അടിക്കാടുകൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ചെറിയ വഴിയായിരുന്നു. ഫയർഫോഴ്സിന്റെ വലിയ വാഹനങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വലിയ പണിപ്പെട്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോഴും തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ക്രിസ്റ്റീന. കോതമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മ എന്റെ നാടിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് മന്ദിരമായ എന്റെ നാട് എൻക്ലേവ് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗി പരിചരണം, സ്ത്രീ ശാക്തീകരണം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം തുടങ്ങിയ മേഖലകളിൽ 10 വർഷമായി പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് എന്റെ നാട്. 5000-ഓളം രോഗികളെ പരിചരിക്കുകയും 250-ലധികം അമ്മമാർക്ക് പെൻഷൻ നൽകുകയും ചെയ്യുന്നതുൾപ്പെടെ 100ഓളം പദ്ധതികൾ എന്റെ നാട് ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂട്ടായ്മയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. കൂട്ടായ്മ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് PJ ജോസഫ് പറഞ്ഞു. ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് നൽകുന്ന ഒരു സംരംഭം ഇവിടെ തുടങ്ങുകയാണ്. അനേകം ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഈ മേഖലയെല്ലാം
ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഈ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിൽ ഞാൻ അങ്ങേയറ്റം ഷിബുവിനെയും ബന്ധപ്പെട്ടവരെയും അഭിനന്ദിക്കുന്നു. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. കോതമംഗലത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഈ നാടിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തരത്തിലുള്ള ഒരു ഏകോപനത്തിന് തീർച്ചയായും ഈ എൻഗ്ലോവിൻ്റെ പ്രവർത്തനം ഉപകരിക്കും. മുൻ മന്ത്രി TU കുരുവിള, സിനിമാ സംഘടന അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, എൽദോസ് കുന്നപ്പള്ളി MLA തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 കൊച്ചി. LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് തുടക്കം. കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ ക്യാപ്റ്റൻ. അരുൺ പാറയ്ക്കലാണ് ജാഥയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണികളൊക്കെ തന്നെ വലിയ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ LDFന്റെ വികസന മുന്നേറ്റ ജാഥ ഇന്ന് ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ വെച്ചാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ നായകൻ. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP ആണ് ജാഥ മാനേജറായി ഉണ്ടാവുക. ഇന്നിപ്പോൾ 2 മണ്ഡലങ്ങളിലൂടെയാണ് ഈ ജാഥ കടന്നു പോകുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിലും കാസർഗോഡ് മണ്ഡലത്തിലെ നുള്ളിപ്പാടിയിലുമാണ് ഈ ജാഥ ഇന്ന് കടന്നു പോകുന്നത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. വടക്കൻ മലബാറിനെ കേന്ദ്രീകരിച്ച് പയ്യന്നൂർ ഫണ്ട് വിവാദമുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ മലബാറിൽ ചർച്ചയായ PM ശ്രീയും SIR ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ LDF സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ജനങ്ങളോട് ഇവിടെ വിശദീകരിക്കും. ഒപ്പം കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ വികസന നേട്ടങ്ങൾ അത് എണ്ണി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ മാസം 16-നാണ് ജാഥ പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിൽ വെച്ച് ഈ വടക്കൻ മേഖലാ ജാഥ അവസാനിക്കുക. മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയും അതുപോലെ തന്നെ തെക്കൻ മേഖലാ ജാഥ ബിനോയ് വിശ്വവുമാണ് നയിക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. ക്രിസ്റ്റീന. ശരി, അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.